ദേശീയപാത വികസനമെന്ന സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 600 കിലോമീറ്റർ ദേശീയപാതയാണ് 45 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്നത്. ഇതിനായി 617 ഹെക്ടറോളം ഭൂമി ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. കണ്ണൂരിലും സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. കരിവെള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള സ്ഥലമേറ്റെടുപ്പാണ് അതിവേഗം പുരോഗമിക്കുന്നത്. ദേശീയപാത വികസനത്തിന് 13-ന് ശിലയിടുമ്പോൾ ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാര വിതരണവും വേഗത്തിലാകും. നഷ്ടപരിഹാരത്തിനുള്ള നിർദ്ദേശം സമർപ്പിച്ച 1300 കോടിയോളം രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇനിയും ലഭിച്ചിട്ടില്ല. തളിപ്പറമ്പ് സെക്ഷനിലെ നഷ്ടപരിഹാര വിതരണത്തിന് മാത്രം 1000 കോടിയോളം വേണ്ടിവരും. 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് നഷ്ടപരിഹാരം നിശ്ചയിച്ച സ്ഥലത്തിൻ്റേതാണിത്. തളിപ്പറമ്പ് സെക്ഷനിൽ 12 വില്ലേജിലെ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയാകാനുണ്ട്. കണ്ണൂർ സെക്ഷനിൽ 25 ഹെക്ടർ ഭൂമിയുടെ നഷ്ടപരിഹാര തുക അനുവദിക്കാനുള്ള നിർദ്ദേശമാണ് ഇനി സമർപ്പിക്കേണ്ടത്. 20-നുള്ളിൽ ആ നടപടിയും പൂർത്തിയാകും. ഫണ്ട് ലഭിക്കുന്ന മുറക്ക് നഷ്ടപരിഹാര വിതരണം നടത്താനാവും എന്നാണ് പ്രതീക്ഷ. കണ്ണൂർ സെക്ഷനിൽ ചിറക്കൽ എളയാവൂർ വില്ലേജിലാണ് നഷ്ടപരിഹാര വിതരണം പ്രധാനമായും ബാക്കി. പാത വികസനത്തിൻ്റെ ഭാഗമായി 13,196 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഭൂമിയുടെ വിലവർധനവിനെ തുടർന്ന് കേരളത്തിൽ 1 കിലോമീറ്റർ പാത വികസനത്തിന് 15ഉം 16ഉം കോടി രൂപയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ചെലവ് 8 കോടി രൂപ മാത്രമാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി പിൻവാങ്ങിയ പദ്ധതിയാണിത്. വിജ്ഞാപന കാലാവധി അവസാനിച്ചു എന്നതിനെ തുടർന്ന് തുടർ നടപടി അനിശ്ചിതത്വത്തിലായപ്പോൾ പിന്മാറുകയായിരുന്നു. എന്നാൽ LDF സർക്കാർ അധികാരമേറ്റയുടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായും ചർച്ച നടത്തിയതിനെ തുടർന്നാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ദേശീയപാത അതോറിറ്റി അലൈൻമെൻറ്റുകൾക്ക് അന്തിമ രൂപം നൽകുകയും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് ദേശീയപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. മീഡിയ ലൈൻ 24 കണ്ണൂർ.